14th October ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഏതൊക്കെ നമുക്ക് നോക്കാം. മാർക്കറ്റ് ഇന്നൊക്കെ നല്ല ഫാളാണല്ലേ. ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ലാസ്റ്റ് എക്സ്പയറി ആണ്, വീക്ക്ലി എക്സ്പയറി ആണ്. അപ്പോൾ നാളെ മുതൽ മിക്കവാറും നിഫ്റ്റി ആയിരിക്കും. എന്നാലും ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ലെവലും കൂടി ഞാൻ സൂചിപ്പിച്ച് തരാം. അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ 50,853 അതുപോലെ 51,353 പിന്നെ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി ഫ്യൂച്ചർ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട് ബാങ്ക്. അപ്പോൾ എന്താ അവസ്ഥ എന്നുള്ളത് അറിയില്ല. നാളെ അപ്സൈഡ് പോകുമോ എന്നുള്ളത് ഒരു ഇതാണ് ചാൻസ് ഉണ്ട്. കാരണം ഒരു ലിക്വിഡിറ്റി ഏരിയ മാർക്കറ്റ് ഇവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട് ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ. അത് ഫ്യൂച്ചർ ചാർട്ടിലാട്ടോ, സ്പോട്ടിലല്ല. സ്പോട്ടിലാണെങ്കിൽ കുറച്ചും കൂടെ താഴെ ഉണ്ട് ഡെയിലി ലിക്വിഡിറ്റി ഏരിയ. 50,659 റേഞ്ചിലൊക്കെ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് ഡെയിലി ടൈം ഫ്രെയിമിൽ. ചെറിയൊരു സ്വിംഗ് ലോ ഒക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് ഡെയിലിയിൽ. 49,659 എന്നുള്ള ലെവൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ ഡൗൺ സൈഡ് 50,853 51,353. ഇനി നാളെ മുതൽ വീക്ക്ലി എക്സ്പയറി ഉണ്ടാവോ ഇല്ല, മന്ത്ലി ആയിരിക്കും. നിഫ്റ്റിയിലാണെങ്കിൽ നമുക്ക് ലെവൽസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഒരുപാട് നല്ല ഷാർപ്പ് ഫാളാണ്. ഡെയിലി ഡേയ്സ് എടുത്തിട്ട് മാർക്കറ്റ് ചെറിയ റിവേഴ്സ് കാണിച്ചിട്ട് വീണ്ടും ബൗൺസ് ബാക്ക് താഴേക്ക് തന്നെ വന്ന്. ഇനി ലിക്വിഡിറ്റി ഏരിയ ഒരുപാട് താഴെയാണ് ഡെയിലിയിലുള്ളത്. ഡെയിലി ഈ ഒരു ഏരിയയിലുള്ളത് 23,350 താഴേക്ക് വരികയാണെങ്കിൽ ഓപ്സൈഡ് ഓപ്പർച്യൂണിറ്റി. 50 മിനിറ്റ്സിലാണെങ്കിൽ ലിക്വിഡിറ്റി ഏരിയാസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അപ്സൈഡിലുള്ള ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഈ ഒരു ഏരിയയിലുണ്ട് ഒരു ലിക്വിഡിറ്റി 23,722. അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡ് ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. അതുപോലെ 23,782. ഈ രണ്ട് ലെവൽസിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവണമെങ്കിൽ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി താഴേക്കായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇനി ഇൻ കേസ് മാർക്കറ്റ് 23,350 താഴേക്കാണ് വരുന്നതെങ്കിൽ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ഞാൻ അപ്സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക. ഇനി ഇൻ കേസ് ഈ രണ്ടിൻ്റെ റേഞ്ചിലാണെങ്കിൽ മാർക്കറ്റിൽ 14-ാം തീയതി നാളത്തെ ദിവസം ക്രിയേറ്റ് ചെയ്യുന്ന ലിക്വിഡിറ്റി ഏരിയയ്ക്ക് അനുസരിച്ചായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇനിയിപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയറിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് അറിയാം. ബാങ്ക് നിഫ്റ്റി ഇല്ല, അപ്പോൾ നിഫ്റ്റിയുടെ വോളിയം കൂടുമോ, ഇനി നിഫ്റ്റിയുടെ മൊമെൻറ്റത്തിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുമോ, ഇനിയിപ്പോൾ അടുത്ത മാസം മുതൽ ഇനി നിഫ്റ്റിയുടെ ലോട്ട് സൈസും കാര്യങ്ങളൊക്കെ ചെറിയ ചേഞ്ചസും ഉണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് മാർക്കറ്റിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞ് തന്നെ കാണണം. എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. എനിവേ, താങ്ക് യു, ബൈ.